മലയാളികളുടെ ഇടയിൽ കുറച്ച് ചീത്തപ്പേരുള്ള ഒരു സ്ഥലമാണ് പട്ടായ. പക്ഷെ ശരിക്കും പട്ടായ ഇത്ര മോശം സ്ഥലമാണോ? നമുക്ക് പട്ടായ കാഴ്ചകൾ കാണാം, കൂട്ടത്തിലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റിനറി. തായ്ലൻഡിലെ ബാങ്കോക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പട്ടായ. കൊച്ചിയിൽ നിന്ന് ബാങ്കോക്ക് ഫ്ലൈറ്റ് എടുത്തൊരു 2 hours ബൈ റോഡ് നമുക്ക് പട്ടായ എത്താം. ഞങ്ങൾ സ്റ്റേ ചെയ്തത് നോവോ പട്ടായ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇവിടെ ആകെ മൊത്തം ഒരു ഗ്രീസ് വൈബാണ്, വെരി ബ്യൂട്ടിഫുൾ. പെർ ഡേ കോസ്റ്റ് വന്നത് 3500 ബാത്താണ്. ഒരു 3-4 ആളുകൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. സോ പെർ ഹെഡ് ഒരു 2,000 to 3,000 ഒക്കെ വരത്തുള്ളൂ. വിയറ്റ്നാം വാറിന്റെ സമയത്ത് അമേരിക്കൻ സോൾജേഴ്സ് ആണ് പട്ടായ ഒരു റിക്രിയേഷൻ സെന്റർ ആക്കി മാറ്റിയത്. പട്ടായനെ സിൻ സിറ്റി എന്നും വിളിക്കാറുണ്ട്, ബിക്കോസ് ഇറ്റ്സ് സെക്സ് ടൂറിസം ഇൻ വാക്കിംഗ് സ്ട്രീറ്റ് ആൻഡ് സോയ് സിക്സ്. പക്ഷെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാ നാട്ടിലും ഉള്ളതാണ്. അവരത് ഓപ്പൺ ആയിട്ട് മറയില്ലാതെ മാന്യമായി ചെയ്യുന്നു എന്നത് മാത്രം. ഒരു 2010 മുതൽ ദേ ആർ റീബ്രാൻഡിങ് ദ സിറ്റി. സോ ഒരുപാട് ഫാമിലി ഫ്രണ്ട്ലി ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്, ലൈക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്ത്, നോങ് നോച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ചെയ്യണം തോന്നിയ ആക്ടിവിറ്റീസ് സാരഥി ഹോളിഡേയ്സ് വഴി ബുക്ക് ചെയ്തു. ഫ്ലൂക്കിലൊക്കെ കിട്ടുന്നതിലും കുറഞ്ഞ റേറ്റിൽ അവർ ചെയ്തു തന്നു. ഇനിയിപ്പോൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്സ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, എൻട്രി ടിക്കറ്റ്സ് മാത്രം മതിയെങ്കിലും ദേ വിൽ അറേഞ്ച്. പാക്കേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഇവർ ചാർജ് ചെയ്യുന്ന 9,999 റുപ്പീസാണ്. ഭയങ്കര നല്ല റിലയബിൾ ട്രാവൽ പാർട്ണറാണ്. ഈ ആക്ടിവിറ്റീസ് കൂടാതെ നമുക്ക് ഫുഡ് എക്സ്പ്ലോറിംഗ്, ഷോപ്പിംഗ്, ക്ലബിംഗ് എല്ലാം ചെയ്യാം ഇവിടെ. സോ ഒരുപാട് എക്സ്പെൻസസ് വരാതെ ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ ആണ് പട്ടായ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.